നമസ്കാരം. UDF മുഖ്യമന്ത്രി ആരാകണമെന്ന ചർച്ചകളിലേക്ക് കടക്കുമ്പോഴും കേരളത്തിൽ തുടർഭരണമുണ്ടാകുമെന്ന അവകാശവാദങ്ങൾ ശക്തമാണ്. കേരളത്തിൽ തുടർഭരണമുണ്ടാകുമെന്ന് അവകാശപ്പെട്ട് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നു. UDFും LDFും പരസ്പരം അവർ ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും UDF അധികാരത്തിൽ വരുമെന്നതിനാണ് മാധ്യമങ്ങൾ പ്രചാരണം കൊടുക്കുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. പക്ഷേ അവസാനം കാത്തുസൂക്ഷിച്ച മാമ്പഴം പിണറായി കൊത്തിക്കൊണ്ട് പോകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. പിണറായി വിജയൻ മണ്ടനല്ലെന്നും ഇടതുപക്ഷം ബഹളം വെക്കുന്നില്ല, ബഹളം വെക്കുന്നത് ഇപ്പുറത്തുള്ളവരാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. UDF ക്യാമ്പിൽ ഇമേജ് ബിൽഡ് ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് അദ്ദേഹം പരിഹസിച്ചു. 12 മന്ത്രിമാർ പരാജയപ്പെടും എന്നുള്ളത് VD സതീശൻ്റെ ആഗ്രഹമാണെന്നും ചെറിയ ഭൂരിപക്ഷത്തിലായിരിക്കും LDF അധികാരത്തിൽ വരികയെന്നും അദ്ദേഹം പറഞ്ഞു. ഇലക്ട്രിസിറ്റി ബോർഡ് ഒരു ചതിയൻ ചന്തമായി മാറി, അതൊരു വെള്ളാനയാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അതിനകത്തിരുന്ന് ഉദ്യോഗസ്ഥർ കനത്ത ശമ്പളം വാങ്ങുന്നുണ്ട്. വൈദ്യുതി പ്രതിസന്ധി ഉണ്ടെന്നും വൈദ്യുതി കുറവാണെന്നും എല്ലാവർക്കും അറിയാം. എന്നാൽ ക്ഷാമം പരിഹരിക്കാൻ കാലാകാലങ്ങളിൽ വന്ന സർക്കാരുകൾ പുതിയ പദ്ധതികൾ കൊണ്ടുവരേണ്ട സോളാർ ഫിക്സ് ചെയ്യേണ്ട കറണ്ട് സപ്ലൈ ചെയ്തവന് കാശുമില്ല. ഇലക്ട്രിസിറ്റി ബോർഡ് ചതിയൻ ചന്തമായി മാറിയിരിക്കുകയാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. വട്ടിയൂർക്കാവിലെ BJP സ്ഥാനാർത്ഥി R. ശ്രീലേഖയും അദ്ദേഹം വിമർശിച്ചു. R. ശ്രീലേഖയ്ക്ക് താൻ എന്ന ഭാവമാണെന്നും അധിക പ്രസംഗിയാണെന്ന് ആളുകൾക്ക് തോന്നിയെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. പാർട്ടിക്ക് വിധേയരായിരിക്കണമെന്നും ശ്രീലേഖയുടെ സമീപനം സംഘടനാബോധമുള്ള ആളുകൾക്ക് ചേർന്നതല്ലെന്നും അദ്ദേഹം പറഞ്ഞു. വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് തോളിലിട്ടതുപോലെയാണോ എന്ന് സംശയമായെന്നും രാജീവ് ചന്ദ്രശേഖരൻ അവരെ കൊണ്ടുവന്ന കാര്യത്തിൽ തെറ്റുപറ്റിയെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. അതേസമയം വോട്ടെണ്ണലിന് ഒരാഴ്ച മാത്രം അവശേഷിക്കെ മത്സരം കടുത്തുവന്ന തിരിച്ചറിവിൽ CPIക്ക് പിന്നാലെ ഇടതുമുന്നണിയിലെ ചെറുകക്ഷികളും ആശങ്കയിലാണ്. CPMനെയും CPIയെയും മാറ്റി നിർത്തിയാൽ 24 സീറ്റുകളിലാണ് ഇക്കുറി പ്രധാന ഘടകകക്ഷികൾ മത്സരിച്ചതെങ്കിലും ഉറപ്പ് പറയാവുന്ന സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ ആത്മവിശ്വാസമില്ല. കൂട്ടിക്കഴിച്ചാൽ 6. നല്ല മത്സരം, നേരിയ മേൽക്കൈ എന്നിങ്ങനെയാണ് നേതാക്കളുടെ വിലയിരുത്തൽ. 12 സീറ്റുകളിൽ ജനവിധി തേടിയ മാണി കോൺഗ്രസിന് 3 സീറ്റ് കിട്ടിയാൽ ആശ്വാസം. 2 എണ്ണമായാലും അത്ഭുതപ്പെടാനില്ല. വിജയപ്രതീക്ഷയിൽ 1-ാം സ്ഥാനത്തുള്ളത് N. ജയരാജ് മത്സരിച്ച കാഞ്ഞിരപ്പള്ളിയാണ്. അത് കഴിഞ്ഞ് ജോസ് കെ മാണിയുടെ പാലായെ പോലും പാർട്ടിക്കാർ എണ്ണുന്നുള്ളൂ. മണ്ഡലത്തിന്റെ പൊതു സ്വഭാവം UDFന് അനുകൂലമെങ്കിലും റാന്നിയിൽ പ്രമോദ് നാരായണൻ കട്ടയ്ക്ക് കട്ട എന്ന പ്രതീക്ഷയിലാണ്. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിന്റെ കാര്യത്തിലും പ്രതീക്ഷയിൽ ഇടിവുണ്ട്. പൂഞ്ഞാറിലും ചങ്ങനാശ്ശേരിയിലും ടൈറ്റ് ഫൈറ്റാണ്. PJ ജോസഫിന്റെ സിറ്റിംഗ് സീറ്റായ തൊടുപുഴയിൽ ഇക്കുറി മകൻ അപ്പുവാണ് മത്സരിച്ചതെങ്കിലും മാണി കോൺഗ്രസ് പ്രതീക്ഷ പുലർത്തുന്നില്ല. പിറവത്തും പെരുമ്പാവൂരിലും ചാലക്കുടിയിലും ഇരിക്കൂറിലുമെല്ലാം സമാന സാഹചര്യമാണ്. RJD മത്സരിച്ച വടകര, കൽപ്പറ്റ, കൂത്തുപറമ്പ് സീറ്റുകളിൽ നേരിയ വിജയപ്രതീക്ഷയുള്ളത് കൂത്തുപറമ്പിലാണ്. കഴിഞ്ഞ വട്ടം 9541 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് മുൻനിർത്തിയാണ് ഈ സാധ്യത വിലയിരുത്തൽ. സ്ഥാനാർത്ഥി മാറിയതും ഭരണവിരുദ്ധ വികാരവും എങ്ങനെ സ്വാധീനിക്കുമെന്നതും കണ്ടറിയണം. മന്ത്രി K. കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ ചിറ്റൂരിലും എറണാകുളത്തും തിരുവല്ലയിലുമാണ് മത്സരിച്ചത്. നന്നായി വീർത്തെങ്കിലും തിരുവല്ലയിൽ മാത്യു ടി തോമസ് വിജയപ്രതീക്ഷ പുലർത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് പടിയിറങ്ങിയ കൃഷ്ണൻകുട്ടി വിജയിച്ച ചിറ്റൂരിൽ ഇക്കുറി അഡ്വക്കേറ്റ് K. മുരുകദാസ് കടുത്ത മത്സരമാണ് നേരിട്ടത്. എറണാകുളത്തും സമാനമാണ് സ്ഥിതി. കോവളത്ത് തർക്കത്തെ തുടർന്ന് ഇക്കുറി ഇടത് സ്വതന്ത്രൻ ജനവിധി തേടിയതിനാൽ ISJDയുടെ കള്ളിയിൽ വരില്ല. NCP മത്സരിച്ച എലത്തൂരിലും കുട്ടനാട്ടിലും ഈസി വാക്കോവർ അല്ലെന്ന് നേതാക്കൾ തന്നെ സമ്മതിക്കുന്നു. എലത്തൂരിൽ 38,502 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് കഴിഞ്ഞവട്ടം ജയിച്ചതാണ് AK ശശീന്ദ്രന്റെ ആത്മവിശ്വാസം. പക്ഷേ കുട്ടനാട്ടിൽ കുറച്ചുകൂടി സങ്കീർണമാണ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ കണ്ണൂരിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും പരുങ്ങലിലാണ്. സമാന സാഹചര്യമാണ് പത്തനാപുരത്ത് മന്ത്രി KB ഗണേഷ് കുമാറും അഭിമുഖീകരിക്കുന്നത്. RSP ലൈനിനിസ്റ്റ് പ്രതിനിധിയായി കോവൂർ കുഞ്ഞുമോൻ മത്സരിച്ച കുന്നത്തൂരിലും സാഹചര്യം അത്ര പന്തിയല്ല.